എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നാളത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഷെയറുകളാണ് സ്ക്രീനിൽ കാണുന്നത്. 12 ഷെയർ എടുത്തിട്ടുള്ളൂ. അതിൽ നമുക്ക് സാഗാർ എന്ന് പറയുന്ന ഷെയർ മാർക്ക് ചെയ്തേക്കുന്ന യെല്ലോ കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന ഷെയർ ആവറേജ് റേഞ്ചിൽ നിന്ന് താഴെ പോയാൽ നമുക്ക് ചാൻസ് എടുക്കാം. ആ റേഞ്ച് ചെയ്യുന്ന ഈ സാഗാർ എടുക്കാൻ പറ്റും. അതുപോലെ ഈ ക്ലോസിങ്ങും ആവറേജ് ഏകദേശം അടുത്തടുത്തുള്ള ഷെയറുകൾ ചിലപ്പോൾ ഹൈയിൽ പോയിട്ട് ഈ പ്രീവിയസ് ഡേ ഹൈ പോകാതെ ഈ ആവറേജ് ട്രേഡ് പ്രൈസ്, അതായത് ഇന്നത്തെ ആവറേജ് ട്രേഡ് പ്രൈസ് ക്രോസ് ചെയ്ത് താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഈ ഡോളർ ക്ലോസിങ് 525.55 അതുപോലെ ആവറേജ് ട്രേഡ് പ്രൈസ് 523.65. ചിലപ്പോൾ ഈ ഷെയർ 530-32 ഒക്കെ പോയിട്ട് ഈ റേഞ്ച് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും, സെല് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 2-3 ഷെയർ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. 437 അതില്ല. ഈ കിർലോസ്കർ ബ്രദേഴ്സ് ശ്രദ്ധിച്ചോണം. ഇന്നലെ നല്ല ഹെവി മൂവ്മെൻ്റ് ആണ് ഷെയർ. ഇന്ന് ഡൗൺ ട്രെൻഡ് വന്നു, പക്ഷേങ്കിൽ ലാസ്റ്റ് ടൈമിൽ കയറി ഹൈയിൽ ക്ലോസ് ആയി ആവറേജിന് മുകളിലാണ് ക്ലോസിങ്. അപ്പോൾ ഇത് നാളെ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിന് അധികം ചാൻസ് ഇല്ല. എന്നാലും ഓപ്പണിങ്ങിലൊക്കെ ഈ ലെവലിൽ പോയിട്ട് തിരിച്ച് ഈ ലെവലിൽ മുകളിലോട്ട് കയറുന്നുണ്ട്. നമുക്കൊരു ബൈ ചാൻസ് എടുക്കാം. ഈ ഷെയറിനകത്ത് ബൈ ചാൻസ് എടുത്താൽ ചിലപ്പോൾ ഈ ഹൈ അടിച്ച് പോകാൻ, ഹൈയുടെ മുകളിൽ കയറി പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ വെയിറ്റ് ചെയ്ത് നമ്മൾ ഈ 1133-38 ഈ 2 റേഞ്ചിനടുത്ത് വന്നിട്ട് ഈ 2 റേഞ്ച് കട്ട് ചെയ്ത് പോയിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ ഈ 1133 താഴെ സെല് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ നാറ്റ്കോ ഫാർമ ശ്രദ്ധിക്കുക. നാറ്റ്കോ ഫാർമയും ഈ 1041-1050 പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ചാൻസ് എടുക്കാം. ടാറ്റ കെമിക്കൽ ഇന്ന് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നാളെ ഇന്ന് കിട്ടിയ മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. ടാറ്റ കെമിക്കലിനകത്ത് എൻ്റെ ഒരു കാൽക്കുലേഷൻ ഒന്നുകിൽ ഈ ഹൈ അടിച്ചിട്ട് തിരിച്ചിറങ്ങാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ നോക്കുക, നമ്മൾ ആ സമയത്ത് വരുന്ന ഹൈ ഇപ്പോൾ ഒരു 1210 വന്നിട്ടാണ് ഈ ലോ വന്നതിന് ശേഷം ഈ ഹൈയുടെ താഴെ വരുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. നേരത്തെ ഒരു ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് ചാൻസ് എടുക്കാം. ഈ എക്സികോം എന്ന് പറയുന്നത് മിനിഞ്ഞാന്ന് ലിസ്റ്റായ ഷെയർ. അപ്പോൾ ഇതിനകത്ത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. എന്നാലും നമുക്ക് ഈ റേഞ്ചിൽ നിന്ന് ട്രേഡ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് R1 വന്നിട്ട് ഇറങ്ങുന്നതുകൊണ്ട് ചാൻസ് എടുക്കാം. അധികം വെയിറ്റ് ചെയ്തിരുന്ന ലീഷൻ അതൊക്കെ ഇപ്പോൾ ഒരു 500 ഷെയർ അടിച്ച് 1000, 1500, 2000 രൂപ കിട്ടുമ്പോൾ അന്നേരം ബുക്ക് ചെയ്ത് മാറുക. ബാക്കി ഈ ലോട്ടസ് ഐ എന്ന് പറയുന്ന ആ ഷെയർ നമുക്ക് എൻ്റെ ക്ലോസിങ് 20% ആണ്. അപ്പോൾ ഈ 2 റേഞ്ചിൽ നിന്നൊക്കെ വന്ന് തിരിയാൻ ചാൻസ് ഉണ്ട്. ഈ 80-80 വന്നിട്ട് താഴെ പോവുകയാണെങ്കിൽ ചാൻസ് എടുക്കാം, കുഴപ്പമില്ല. നല്ല വോളിയം ഉണ്ട്. 49 lakhs വോളിയം കാണിക്കുന്നുണ്ട്. ഇന്ന് നിഫ്റ്റി ആണെങ്കിൽ മോർണിംഗ് മൈനസും ബാങ്ക് നിഫ്റ്റി പ്ലസ്സിലുമായിരുന്നു. ലാസ്റ്റ് നിഫ്റ്റി നല്ല രീതിയിൽ കയറി വന്ന് പ്ലസ്സിൽ ക്ലോസ് ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് തോന്നുന്നു മൂവ്മെൻറ്റ് ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ പുതിയ ഹൈ അടിച്ച് കയറാൻ ചാൻസ് ഉണ്ട് വരും ദിവസങ്ങളിൽ. എന്നാലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ കറക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നല്ല രീതിയിൽ കറക്ഷൻ വന്നൊരു 30-40% ഒക്കെ കറക്ഷൻ വന്ന ഷെയറുകളൊക്കെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്തിടുക. നല്ല ക്വാളിറ്റി കമ്പനീസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട് അതിൽ ആഡ് ചെയ്തിടാൻ പറ്റും. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഷെയറുകളാണ് ഞാൻ ഈ പറഞ്ഞൊക്കെ. ഒന്ന് ഈ കിർലോസ്കർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ഈ ഷെയർ ഓപ്പണിങ് ചിലപ്പോൾ ഈ ആവറേജ് ട്രേഡ് പ്രൈസിന് താഴെ ഓപ്പണിങ് വന്ന് തിരിച്ച് കയറുകയാണെങ്കിൽ ഇതിന് മുകളിലോട്ട് കയറുവാണെങ്കിൽ ചാൻസ് എടുക്കാം. അതല്ല എങ്കിൽ സെല്ല് ചെയ്യുന്നവർക്ക് ഈ ആവറേജിന് താഴെ പോകുമ്പോൾ എൻട്രി എടുക്കാം. പക്ഷേങ്കിൽ നമ്മൾ ഒരു ഹൈയുടെ മുകളിൽ, അതായത് ഇവിടെ എൻട്രി എടുത്താൽ ആ സമയത്തെ ഹൈ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന് താഴെയാണ് ഓപ്പണിംഗ് എങ്കിൽ, ഈ ആവറേജിന് താഴെയാണ് ഓപ്പണിംഗ് എങ്കിൽ ചാൻസ് എടുക്കാം. പക്ഷേ ആ സമയത്ത് ഇപ്പം 1090 1102 3 ആ റേഞ്ചിലോട്ടൊക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കണം. അതിന് ശേഷം ഈ 20 മൈക്രോണും ആവറേജ് ചാൻസ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കണ്ടിട്ട്.
അതെ 3% മുകളിലാണ്. അപ്പോൾ ഈ റേഞ്ചിന് മുകളിലൊക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ടാറ്റ കെമിക്കൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ടാറ്റ കെമിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ ഒരു അധികം മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഇല്ല. ഇന്നത്തെ മൂവ്മെൻറ്റ് ഹെവി ആയിരുന്നു. അപ്പോൾ നാളെ ഒന്ന് ഈ ഹൈയുടെ മുകളിൽ വന്നിട്ട് തിരിച്ചിറങ്ങുന്ന കണ്ട അന്നേരം എൻട്രി എടുക്കാൻ പറ്റും. നല്ല എൻട്രി എടുക്കാൻ പറ്റും ഇതിൽ. ഇത്രയേ ഉള്ളൂ. ആകെ 12 ഷെയറേ ഉള്ളൂ. അപ്പോൾ ഈ 12 ഷെയറിൽ നിന്ന് നമുക്ക് എങ്ങനെയായാലും ഒരു 4-5 ഷെയറെങ്കിലും നമുക്ക് ചാൻസ് തരും. ഇന്നാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുത്തിരുന്നത് ഒരു 4-5 ഷെയറേ നമുക്ക് ചാൻസ് തന്നിട്ടുള്ളൂ. നമ്മൾ 14 ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 5-6 ഷെയറിനടുത്ത് നമുക്ക് ചാൻസ് തന്നിട്ടുള്ളൂ. ഈ കിർലോസ്കർ ബ്രദേഴ്സിന് അതൊക്കെ നല്ല ചാൻസ് ഉണ്ടായിരുന്നു ആവറേജ് വരുമ്പം ട്രേഡ് എടുക്കാൻ. 1091 മുകളിൽ ഒരു പ്രാവശ്യം ഞാൻ ഗ്രാഫിൽ കാണിച്ചു തരാം. ആവറേജ് 1093 ഓപ്പണിങ്ങിൽ കണ്ടില്ലേ. 1098 പോയിട്ട് നമ്മൾ 93 താഴെ പോകണം എൻട്രി എടുക്കും. 92 എൻട്രി എടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ 1056 വരെ വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഹൈ അടിക്കുന്നു, വീണ്ടും പിന്നെ നമുക്ക് ചാൻസ് ഇല്ല. പിന്നെ നമ്മൾ ചാൻസ് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഈ റേഞ്ച് ഒന്നുകിൽ നമുക്ക് അടുത്ത റേഞ്ചിൽ പോകണം, അതല്ല എങ്കിൽ അതെ പ്രീവിയസ് ഡേ ഹൈയും അറൗണ്ടൊന്നും പോകാതെ പിന്നെ അവിടെ ട്രേഡ് എടുക്കുമായിരുന്നു. ഇവിടെ നമ്മൾ എടുക്കത്തില്ല, റിസ്ക് കൂടുതലാണ്. നമുക്ക് ഈ 93യുടെ മുകളിൽ 1093യുടെ താഴോട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. ഇവിടെ ഒരു പ്രാവശ്യം ചാൻസ് വന്നതിന് ശേഷം ഇവിടെ തരുന്നുണ്ട് ചാൻസ്. ഇവിടെ 93 തന്നാൽ 60 വരെ വരുന്നുണ്ട്. പിന്നെ ഹൈയിൽ തന്നെ ക്ലോസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടില്ലേ. ഇതിൻ്റെ മൂവ്മെൻറ്റിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇൻട്രാഡേയിലാണെങ്കിൽ ഇത് കണ്ടില്ലേ, നാളെ ഈ റേഞ്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ പറക്ക് വീഴ്ച. ഇത് കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷനാണ് ഈ സാധനം വന്നിരിക്കുന്നത്. ഇവിടെ നല്ലൊരു കട്ടിങ് കിട്ടിയാൽ ചിലപ്പം വീണ്ടും നല്ലൊരു ഹൈയിലേക്കിട്ട് പോകാം. പക്ഷേങ്കിൽ നമുക്ക് റേഞ്ചിനടുത്ത് വന്ന് തിരിയുന്ന കണ്ടാൽ ഓക്കെ. ഇപ്പം നമ്മുടെ ഇന്നത്തെ ഹൈ 1133 സംതിങ്ങാണ്. കിർലോസ് 1133, അതിൻ്റെ 38. നാളെ ഇത് ഓപ്പൺ ആകുമ്പോൾ ചിലപ്പം ഇവിടെ കണ്ടില്ലേ ഈ റേഞ്ച് നാളെ 33 ആകുമ്പോൾ ഈ റേഞ്ചിലോട്ട് വരും. എന്തായാലും ഈ 33 മുകളിൽ പോയി ഇവിടുന്ന് റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ റിജക്ഷൻ വന്നാൽ നമുക്ക് എൻട്രി എടുക്കാം. 33 താഴോട്ട് വരണം, നമുക്ക് എൻട്രി എടുക്കാം. അതായത് ഇപ്പോൾ 33 താഴെ പോകണം, ഉറപ്പായിട്ട് ഈ കപ്പ് ആൻഡ് ഹാൻഡിൽ റിജക്ഷൻ വരും അവിടെ. അപ്പോൾ അത് നിങ്ങൾ നോക്കി ചെയ്യുക. അതല്ല ബ്രേക്ക് ചെയ്ത് വോളിയത്തിലാണ് കയറുന്നതെങ്കിൽ ബ്രേക്ക് ചെയ്ത് ഈ കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ ഇതിന് മുകളിലോട്ട് കയറിപ്പോൾ 1133 മുകളിലോട്ട്, അതായത് ഈ ഹൈ അടിച്ച് കയറുവാണെങ്കിൽ നല്ല രീതിയിൽ കയറിപ്പോകും ഈ ഷെയർ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. കിർലോസ്കർ ബ്രദേഴ്സാണിപ്പം ഇന്ന് കിർലോസ്കർ ബ്രദേഴ്സിനകത്ത് വന്നിട്ടാണ്. പിന്നെ LG എക്യുപ്മെൻ്റ് എന്ന് പറയുന്ന ഷെയർ, ഇതും ആവറേജ് 703 ആയിരുന്നു. നമുക്ക് അവിടെ വേണമെങ്കിൽ ചാൻസ് എടുക്കാം. പക്ഷേങ്കിൽ ആവറേജ് ഇത് പ്രീവിയസ് ഡേ ഹൈ അടിച്ചുകൊണ്ട് നമ്മൾ പിന്നെ അതിൻ്റെ നോക്കേണ്ട കാര്യമില്ല. പ്രീവിയസ് ഡേ ഹൈ അടിക്കാൻ നമ്മളിവിടെ എൻട്രി എടുത്താൽ 713 റേഞ്ച് എൻട്രി എടുത്താൽ നോക്കിയാൽ വൺ സൈഡ് മൂവ്മെൻറ്റ് വന്നിട്ട് എവിടെ വരെ വന്നു? 678 വരെ വന്നു. 40 രൂപയോളം അല്ല, ഇത് എത്രയായിരുന്നു ഹൈ? 713, അതെ 33 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ RPPL എന്ന് പറയുന്ന ഷെയർ, RPPL ഹൈ ഓപ്പണിങ് വന്നു, 60 മുകളിൽ ഓപ്പണായി, 60 കട്ട് ചെയ്ത് താഴോട്ട് വന്നു. നമുക്ക് എൻട്രി എടുക്കാം. ഇവിടെ 126 റേഞ്ച് എൻട്രി എടുത്താൽ 117, 114, ലാസ്റ്റ് ഇവിടെ 107 വരെയും വന്നു. നല്ല ഹെവി പ്രോഫിറ്റ് ഈ ഷെയറിനകത്തുണ്ട്. പക്ഷേ ഞാൻ ഈ റേഞ്ചിൽ കറക്റ്റ് എൻട്രി എടുത്തു. പക്ഷേ ഞാൻ 2-3 രൂപയ്ക്ക് കട്ട് ചെയ്ത് തന്നു. പിന്നെ നമുക്ക് ചാൻസ് വന്നത്
ബാലാമീൻസ് എന്ന് പറയുന്ന ഷെയർ. അതും ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ തന്നെ ഇവിടം വരെ അടിച്ചു. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി തിരിച്ചിറങ്ങി. ഞാൻ ഈ റേഞ്ച് എടുത്ത് 7 രൂപ അടുത്ത് പ്രോഫിറ്റ് 100 ഷെയർ എല്ലാം കണ്ട് ട്രേഡ് ചെയ്തത്. പക്ഷേ ഈ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ 2024 എന്ന് 2317 100 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് കാണിച്ചു. അതിനുശേഷം ജൂബിലൻറ്റ് ഫാർമ ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. നോക്കി വൺ സൈഡ് കയറി പോയി 6 മുകളിൽ പോയി തിരിച്ചിവിടെ ഇറങ്ങി 603 എൻട്രി എടുത്താൽ നമുക്ക് 593 10 രൂപ പെട്ടെന്ന് കിട്ടുന്നു. പിന്നെയും തിരിച്ച് കയറിപ്പോയി 6 മുകളിൽ പോയി വീണ്ടും തിരിച്ചിറങ്ങി 603 എൻട്രി എടുത്താൽ വീണ്ടും 10 രൂപ. വീണ്ടും 6 മുകളിൽ കയറിപ്പോയി വീണ്ടും ഇറങ്ങുക ചെയ്ത് മുകളിലോട്ട് പോകുന്നില്ല. അവിടെ വീണ്ടും എൻട്രി എടുത്താൽ 603 597 6 രൂപ. വീണ്ടും അതിന് മുകളിൽ പോയി വീണ്ടും കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും എടുക്കുക. അങ്ങനെ വീണ്ടും 3 പ്രാവശ്യം 10 രൂപ, 1 പ്രാവശ്യം 6 രൂപയും പ്രോഫിറ്റ് ചെയ്തു. നോക്കി ഇരുന്ന് ചെയ്യുന്നവർക്ക് ആ ലെവൽ വരുമ്പം മാത്രം എൻട്രി എടുക്കുന്നവർക്ക് നല്ല ചാൻസാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ട്രേഡിങ്ങും. നാളത്തെ ട്രേഡിങ്ങിനുള്ള ഷെയർസുകൾ ഈ കാണിച്ച ഷെയറുകൾ. ഞാനീ ചെയ്യുന്ന ട്രേഡിംഗ് രീതി മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, ലൈവ് ബട്ടണിൽ നോക്കുക. ഞാൻ ചെയ്യുന്ന രീതിയെ പറ്റിയുള്ള വീഡിയോ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.